ലൈംഗികാതിക്രമ കേസിൽ പ്രതിയായ JDS നേതാവ് പ്രജ്വൽ രേവണ്ണ അറസ്റ്റിലായിരിക്കുന്നു. ബംഗളൂരുവിൽ തിരിച്ചെത്തിയ പ്രജ്വലിനെ വിമാനത്താവളത്തിൽ വെച്ച് പിടികൂടുകയായിരുന്നു. പ്രജ്വലിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. മ്യൂണിക്കിൽ നിന്ന് പുറപ്പെട്ട ലുഫ്താൻസ എയർലൈൻ വിമാനം രാത്രി 12:48 ബംഗളൂരുവിലെത്തി. വിമാനത്തിൽ നിന്നിറങ്ങി ഇമിഗ്രേഷൻ പോയിന്റിലെത്തിയ പ്രജ്വൽ രേവണ്ണയെ CISF ഉദ്യോഗസ്ഥർ തടഞ്ഞു. പിന്നാലെ കാത്തിരുന്ന അന്വേഷണ സംഘത്തിന് പ്രജ്വലിനെ കൈമാറുകയായിരുന്നു. കസ്റ്റഡിയിലെടുത്ത പ്രജ്വലിനെ നിമിഷങ്ങൾക്കകം SIT ഓഫീസിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷം ഇന്ന് വൈകിട്ടോടെ പ്രജ്വലിനെ കോടതിയിൽ ഹാജരാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കേസെടുത്തതിന് പിന്നാലെ രാജ്യം വിട്ട പ്രജ്വൽ രേവണ്ണ 33 ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷമാണ് ബംഗളൂരുവിൽ തിരിച്ചെത്തിയത്. അന്വേഷണത്തിലെ നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ പ്രജ്വൽ രേവണ്ണയെ വിശദമായി ചോദ്യം ചെയ്യണം. തെളിവുകൾ കൂടുതൽ ഭദ്രമാക്കണം. അതിനായി കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡി അപേക്ഷ ഉൾപ്പെടെ നൽകുകയായിരിക്കും അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം. ബംഗളൂരു വിമാനത്താവളത്തിൽ നിന്നും ഷജിൽ ഗുരുവായൂരിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24. കൂടുതൽ വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട് ബംഗളൂരുവിൽ നിന്ന്. അരുൺ, ഒരു മാസത്തിന് ശേഷം ഇപ്പോൾ ബംഗളൂരിലെത്തിയ ഇന്നലെ രാത്രി അർദ്ധരാത്രിയോടെയാണ് രേവണ്ണ എത്തിയത്. എപ്പോഴായിരുന്നു അറസ്റ്റ് കൃത്യമായി രേഖപ്പെടുത്തിയത്? ഇനിയുള്ള നടപടികൾ എന്താണ്? അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. കഴിഞ്ഞ മാസമാണ് ലൈംഗികാതിക്രമ കേസിനെ തുടർന്ന് ജർമ്മനിയിലേക്ക് പ്രജ്വൽ രേവണ്ണ കടന്നത്. അതിനുശേഷം ഒരു മാസത്തിന് ശേഷം ഇന്നലെ കൃത്യം അർദ്ധരാത്രിയോടെ വിമാനത്താവളത്തിലെത്തുന്നു. വിമാനമിറങ്ങിയ പ്രജ്വൽ രേവണ്ണയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു പ്രത്യേക പോലീസ് സംഘം. അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട്. അരുൺ, ഇനിയുള്ള നടപടികൾ എന്തെല്ലാമാണ്? ഇപ്പോഴെവിടെയാണുള്ളത്? പ്രജ്വൽ രേവണ്ണ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം എങ്ങോട്ടാണ് കൊണ്ടുപോയത്? കൂടുതൽ വിവരങ്ങൾ. സ്മിത, 33 ദിവസത്തെ വിദേശത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം പ്രജ്വൽ രേവണ്ണ രാത്രി 12:48 ബംഗളൂരുവിൽ തിരിച്ചെത്തി. 12:48 മ്യൂണിക്കിൽ നിന്നുള്ള വിമാനം ബംഗളൂരുവിൽ എത്തിയത്. അതിനുശേഷം നിമിഷങ്ങൾക്കകം തന്നെ എമിഗ്രേഷൻ പോയിന്റിൽ വെച്ച് പ്രത്യേക അന്വേഷണ സംഘം പ്രജ്വലിനെ ആദ്യം കസ്റ്റഡിയിലെടുത്തു. അതായത് വൻ സന്നാഹവുമായിട്ടായിരുന്നു SIT ടീം ഈ വിമാനത്താവളത്തിൽ കാത്തിരുന്നത്. എമിഗ്രേഷൻ പോയിന്റിൽ വെച്ച് നേരത്തെ തന്നെ നമുക്കറിയാം ബ്ലൂ കോർണർ നോട്ടീസ്, അതോടൊപ്പം തന്നെ ലുക്കൌട്ട് സർക്കിൾ ഉൾപ്പെടെ പുറത്തിറങ്ങിയതാണ്. അതിന്റെ ഭാഗമായി എമിഗ്രേഷൻ പോയിന്റിൽ പ്രജ്വലിനെ തടഞ്ഞു വെക്കുന്നു. അതിനുശേഷം അന്വേഷണ സംഘത്തിന് കൈമാറുന്നു. കസ്റ്റഡിയിലെടുത്ത ശേഷം ഉടൻ തന്നെ പ്രജ്വലിനെ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ കാണിക്കാതെ SIT ഓഫീസിലേക്ക് മാറ്റി അവിടെ എത്തിയതിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിലവിൽ എന്തായാലും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അല്പസമയത്തിനകം പ്രജ്വൽ രേവണ്ണയുടെ പ്രാഥമികമായിട്ടുള്ളൊരു ചോദ്യം ചെയ്യൽ ആരംഭിക്കും. അതിനുശേഷം വൈദ്യപരിശോധന ഉൾപ്പെടെ പൂർത്തീകരിച്ചായിരിക്കും ഇന്ന് പ്രജ്വൽ രേവണ്ണയെ കോടതിയിൽ ഹാജരാക്കുക. അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് കസ്റ്റഡി അപേക്ഷ ഉൾപ്പെടെ നൽകും. ഈ കേസിൽ ഒട്ടനവധി കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. അന്വേഷണ സംഘത്തിന് കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അതിനായി പ്രജ്വലിനെ വിശദമായി ചോദ്യം ചെയ്യണം. കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങാനായിരിക്കും അന്വേഷണ സംഘത്തിന്റെ നീക്കമുണ്ടാവുക. എന്തായാലും വലിയ രാഷ്ട്രീയ വിവാദമായ വലിയ കോളിളക്കമായ സംഭവത്തിലാണ്, കേസിലാണ് ഒരു മാസത്തിന് ശേഷം പ്രജ്വൽ രേവണ്ണ നാട്ടിൽ തിരിച്ചെത്തിയത്. അതും വലിയ സമ്മർദ്ദത്തിനൊടുവിലാണ് പ്രജ്വൽ ബംഗളൂരുവിൽ തിരിച്ചെത്തുകയും നിലവിൽ ഇപ്പോൾ പ്രജ്വലിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഈ കേസിനകത്ത് അന്വേഷണ സംഘം പറയുന്നതനുസരിച്ച് പ്രജ്വലിൽ നിന്ന്, അതായത് പ്രജ്വലിന്റെ മൊബൈൽ ഫോണിലാണ് ദൃശ്യങ്ങൾ ഉൾപ്പെടെ, അതായത് പുറത്തു വന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ ചിത്രീകരിച്ചത്. അതിലുൾപ്പെടെ അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. മൊബൈൽ ഫോൺ പരിശോധിക്കേണ്ടതുണ്ട്. മറ്റ് സാങ്കേതികമായ ഒട്ടനവധി പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. അതിനൊപ്പം തന്നെ പ്രജ്വലിനെ വിശദമായി ചോദ്യം ചെയ്ത് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയായിരിക്കും അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം. അരുൺ പൂപ്പറമ്പയാണ് ബംഗളൂരുവിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്ന്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.